ഫീച്ചേഴ്സ് നോക്കി പോണവർ പോയിട്ട് ചൈന വണ്ടിയോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി എടുത്തിട്ട് അവന് അതാണ് അത് കുഴപ്പമില്ല. കടിക്കണ പട്ടിക്ക് എന്തിനാ തല എന്ന് പറഞ്ഞ പോലെ ഒരു ചോദ്യമാണ്. ഇവൻ എന്തിനാണ് ഫീച്ചേഴ്സ് എന്തിനാ? പലരും ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്യണ്ടെങ്കിലും നമ്മളത് ഓൾട്രേഷൻ വർക്ക് ചെയ്തെന്ന് തോന്നാത്ത രീതിയിൽ അന്ന് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് അത്യാവശ്യം നല്ല പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി. $10 lakhs എക്സ്ട്രാ ഫിറ്റിംഗ്സ് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോറൂമിൽ തന്നെ അല്ലേ? ഷോറൂമിൽ ഏകദേശം ഒരു 2,10,000 2,20,000 എങ്ങാണ്ടാണ് സസ്പെൻഷൻ മാത്രം. സൗണ്ട് സിസ്റ്റം അത് കൂട്ടി നോക്കണം ബാക്കിൽ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് സൗണ്ട് സിസ്റ്റം. വണ്ടി ഭ്രാന്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിസ്മയിച്ചിട്ടുള്ള ഒരു വ്യക്തിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരേ ഒരു പേരായിരിക്കും, ഫെബിംബ്രോ. നമ്മുടെ അങ്കമാലിക്കാരനായ സ്വന്തം ഫെബിംബ്രോയുടെ പുതിയ വണ്ടിയാണ് ഈ പുറകെ കിടക്കുന്നത്. ആസ് യൂഷ്വൽ ഇതിനു മുമ്പ് ഒരു ഫോർച്യൂണർ ലെജൻഡർ സ്വന്തമാക്കിയ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു 45,000 കിലോമീറ്ററോളം ലെജൻഡർ യൂസ് ചെയ്ത ഒരാളാണ്. ആഫ്റ്റർ സം ഡെക്കേഡ്സ് പുള്ളി ആ ലെജൻഡർ കൊടുത്തിട്ട് നമ്മുടെ ഫോർച്യൂണറിനെ വീണ്ടും സ്വന്തമാക്കിയേക്കാണ്. ഫോർച്യൂണറിനെ കുറിച്ച് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്, കാര്യം ഫീച്ചേഴ്സ് കുറവാണ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് 2024 ടൊയോട്ട ഒരു അപ്ഡേഷൻ കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ എഡിഷനായിട്ട് ലീഡർ എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫോർച്യൂണറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ലീഡർ എഡിഷൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റായ 55 lakhs ഓണോട് വരുന്ന ഒരു ഫോർച്യൂണറിൻ്റെ ലീഡർ എഡിഷൻ വണ്ടിയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു സാധാരണ ലീഡർ എഡിഷൻ വണ്ടി അല്ല. ഇവിടെയാണ് ഫെബിംബ്രോ വ്യത്യസ്തനാകുന്നത്. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായ വ്യക്തിമുദ്ര കൈമുദ്ര പതിപ്പിക്കുക എന്നുള്ള ഒരു പുള്ളിയുടെ ഒരു പ്രത്യേക ടാലൻറ്റ് അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ പുള്ളിയുടെ വണ്ടി സ്നേഹം എസ്പെഷ്യലി എടുത്തു കൊണ്ടൊരു ഫാക്ട് തന്നെയാണ്. ഞാൻ എപ്പോഴും ഒരു പുള്ളിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതാണ്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മാൻ, അതിനുപരി വണ്ടിയെ ഭയങ്കരമായിട്ട് അഗാധമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ ഓൾമോസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ വർക്കുകളാണ്. നമുക്കിതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇതിൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള ഫെബിംബ്രോയെ തന്നെ സ്വാഗതം ചെയ്യാൻ. കാര്യം എനിക്ക് പോലും ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ ഒഫീഷ്യലി ജീപ്പ് ഭ്രാന്തൻ, എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൽ ജീപ്പ് ഭ്രാന്തൻ എന്നുള്ള ഒഫീഷ്യൽ പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫെബിംബ്രോയുടെ നമ്പർ 1 പേരിലായിരിക്കും, ഫെബിംബ്രോയുടെ പേരിലായിരിക്കും ഇപ്പോൾ ഒഫീഷ്യലി ജീപ്പ് ഭ്രാന്തന്മാർ അറിയപ്പെടുന്നത്. സോ നമ്മുടെ സ്വന്തം ഏറ്റവും വിലപ്പെട്ട വാല്യൂഡ് ഗസ്റ്റ്, സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മുടെ ഫെബിംബ്രോയെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഫെബിംബ്രോ, നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിങ്ങനെ വീഡിയോകൾ മുന്നോട്ട് ചെയ്തുകൊണ്ടേ ബൈ നാച്ചുറലി ഹീസ് എ വണ്ടി ഭ്രാന്തൻ. ഓഫ് കോഴ്സ് ഞാനത് ജസ്റ്റ് അദ്ദേഹത്തിന് മുമ്പ് ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർച്യൂൺ ലെജൻഡർ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ഇതിന് ഒരു എക്സ്ട്രീം വണ്ടി ഭ്രാന്ത് തന്നെയാണ്. സോറി, ലീഡർ എഡിഷൻ. അപ്പം നമ്മുടെ ലീഡർ എഡിഷൻ ഇപ്പോൾ എടുത്തിട്ട് നാളെ 1 month അല്ലേ? ശരിക്കും ഇത് ലീഡർ എഡിഷൻ അല്ല, ഫോർച്യൂണറിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, 4x4 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ ലെജൻഡർ, അത് ഒരു 40,000 ഇപ്പോൾ അത് കൊടുത്തു. അത് 2.5 വർഷമായി. അപ്പോൾ നമുക്ക് ഇപ്പോഴും വണ്ടിയെ ഒരു പുതുമയുടെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ മാറ്റിയ വണ്ടിയിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് മോഡൽ വണ്ടിയിൽ ഇവരൊരു ലീഡർ എഡിഷൻ എന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കിയിരുന്നു. അപ്പോൾ അതിന്റെ കിറ്റ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ടോപ്പൊക്കെ ബ്ലാക്ക് ആണ് വന്നത്. നമ്മളിത് അത് ചെയ്തില്ല, ഇതിന് വന്നത് വൈറ്റ്, ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അലോയ് വീലും വ്യത്യാസമുണ്ട്. അതിന് 17 ഇഞ്ചാണെങ്കിൽ ഇതിന് 18 ഇഞ്ചാണ് വന്നത്. അപ്പോൾ ഞാൻ അത് ലീഡർ എഡിഷൻ എടുക്കാന്ന് വെച്ചപ്പോൾ അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഇഞ്ച് അലോയിൽ 18 വരുമ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടി വലിപ്പവും ആ ലീഡർ എഡിഷന്റെ കിറ്റ് കയറ്റി കഴിഞ്ഞാൽ ആ ഒരു ബൾക്ക്നെസ് ഫീൽ ചെയ്യും. അപ്പൊ അത് കുറച്ചാൾ ലെജൻഡർ ഉപയോഗിച്ചപ്പോൾ പിന്നെ അതൊരു വെറൈറ്റിക്ക് ഇത് ഇങ്ങനെ അങ്ങനെ. ശരിക്കും ഞാൻ ചോദിക്കുന്നതോടൊന്നും തോന്നുന്നില്ല, ഫീൽ ഒരു ജസ്റ്റ് ഒരു സംശയം കൊണ്ട് ചോദിച്ചെന്നുള്ളൂ. കാര്യം ഇതിനു മുമ്പ് ലെജൻഡർ ആയിരുന്നു, ആസ് യൂഷ്വൽ ഫോർച്യൂണർ ഫാമിലി തന്നെ. തീർച്ചയായിട്ടും വേറൊരു അപ്ലിഫ്റ്റ് വേണമെങ്കിൽ ഒരു XC40 അല്ലെങ്കിൽ ഒരു BM, ഒരു മെഴ്സിഡീസ്, ആ സെഗ്മെന്റിലോട്ടൊക്കെ പോകാൻ ഈസിയാണ് ഫെബിംബ്രോയെ സംബന്ധിച്ചോളം.
then why you are choosing this Fortuner again? അതായത് നമ്മൾ 100 വണ്ടി ഉപയോഗിക്കണേലും നല്ലത് എല്ലാ പർപ്പസിനും പറ്റിയ ഒറ്റ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ നമുക്കത് മറ്റേതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ ഈ പറഞ്ഞ മെഴ്സഡസ് ആയാലും BMW ഒക്കെ ആയാലും കുറച്ചുകൂടി പ്രീമിയം, നമുക്ക് എല്ലാ സ്ഥലത്തും അത് നമ്മുടെ റെഫ്യൂസ് ആയാലും എല്ലാ സ്ഥലത്തും നമുക്കത് കൊണ്ടുപോകാം. പിന്നെ നമ്മൾ അതിന് വേറൊരു സബ് വണ്ടി കണ്ടുവയ്ക്കേണ്ടി വരും. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും ധൈര്യമായിട്ട് പോവാം. ഇപ്പോൾ കേരളത്തിലെ റോഡുകളെ അപേക്ഷിച്ച് SUV ആണ് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്തും ഏത് ടൂറും ഞാൻ കംഫർട്ട് ഇതിലാണ്, നല്ല കോൺഫിഡൻ്റ് ആണ് ഈ വണ്ടിയിൽ പോയിട്ട് വരാൻ. അതായത് എനിക്ക് ഇരിക്കാനായിട്ടുള്ള ആ ചെയറിലുള്ള ഒരു ഇരിപ്പും പിന്നെ ഡ്രൈവേഴ്സ് കാറാണല്ലോ അത് തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് അല്ല, ആനപ്പുറത്തിരിക്കുന്ന ഫീൽ അല്ലേ. പിന്നെ ഇവരുടെ ഡ്യൂറബിലിറ്റി, വണ്ടിയുടെ മേക്കിങ്ങിലുള്ള ക്വാളിറ്റി, നമുക്കത് എന്തുകൊണ്ടും ഇപ്പോൾ അകത്ത് AC മുതൽ എല്ലാ കാര്യവും പറയണം. ആ സ്റ്റിയറിംഗ് പിടിച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീല്, ആ സ്റ്റിയറിംഗ് ബിഹൈൻഡ് ദ സ്റ്റിയറിംഗിലുള്ള ആ ഒരു ഫീല് എനിക്കത് ഇതിൽ നല്ല ഇതും പ്രീമിയം വണ്ടി ഓഫ് കോഴ്സ് ബാക്കിയുള്ള വണ്ടിക്ക് ഉണ്ടെങ്കിലും നമുക്കതൊരു പേടിക്കാണ്ട് കൊണ്ടു നടക്കാം. ഇപ്പോൾ സർവീസിൻ്റെ കോസ്റ്റ് ആയാലും പിന്നെ ഇപ്പോൾ എങ്ങനെ പോയാലും വണ്ടി അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടും. അപ്പോൾ നമുക്കത് കൂടിയ വണ്ടിയാകുമ്പോൾ വീണ്ടും അത് പേടിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇപ്പം നിസ്സാര ഇതിൽ വലിയ ഇത് വന്നില്ലെങ്കിലും നിസ്സാര ഇതിലൊക്കെ ശരിയാക്കി എടുക്കില്ല, ഹെഡേക്കില്ല. അതാണ് ഏറ്റവും അപ്പോൾ അതെ, അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ മെയിൻ വേണ്ട സാധനം സമാധാനമാണ്, മനസ്സമാനം വേണം. ഇത് മുട്ടോ പിടിക്കുന്നത് ഇതും ഓടിക്കുമ്പോഴുണ്ട്, അവിടെ മുട്ടരുത് തട്ടരുത്. നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ വണ്ടി അവിടെ ഇടിക്കാതെ നോക്കണം. ഇനി ബാക്കിയുള്ളവർ മിസ്റ്റേക്ക് അവർ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഒഴിഞ്ഞു മാറാനും നമ്മൾ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകണം. പലപ്പോഴും അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഒഴിഞ്ഞു മാറി പോണത്. അപ്പോൾ അത് ഒരു ടെൻഷൻ ഇല്ലാതെ പോവാം. കൂടിയ വണ്ടിയാകുമ്പോൾ അപ്പോൾ അതിന്റെ ടെൻഷൻ വീണ്ടും കൂടാണ്. അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് തന്നെ ഫോർച്യൂണർ തന്നെ എടുക്കാം. ഈ സെഗ്മെന്റിൽ ഇതൊരു ഫുൾ സൈസ് SUV ആണല്ലോ, അപ്പോൾ പിന്നെ ഇതിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഫോർച്യൂണർ എന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോഴും കുറേ വേവലാതികളുണ്ട്. ഈ സാധനം അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ലൈക്ക് ഫീച്ചേഴ്സ് ഭയങ്കര അപ്സെറ്റ് ആണ്. ഈവൻ പനാറമി സൺറൂഫ് ഇല്ല. സൺറൂഫിന്റെ കാര്യം പറയുമ്പോൾ അതെല്ലാവരും ഇതിന് ഇവിടെ ഈ റെയിൽ ഉണ്ട്, ഇങ്ങനെ മറ്റേ സ്റ്റീലിന്റെ ഇതുണ്ട്, ഒരു 3-4 എണ്ണം വരും ടോപ്പിൽ. സൺറൂഫും നമ്മൾ മാറ്റുമ്പോൾ അത് ഉണ്ടാവില്ല, നമ്മുടെ സേഫ്റ്റി കുറയാണത്. സൺറൂഫ് ശരിക്കും സേഫ്റ്റി കുറവാണത്. വണ്ടി തല കീഴായിട്ട് മറയാതെ ഇരിക്കട്ടെ, ഒന്നും പറ്റാണ്ടിരിക്കട്ടെ, ആരും പറ്റാൻ എന്തെങ്കിലും പറ്റാണ്ടിരിക്കട്ടെ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സേഫ്റ്റി കുറവ്. ഇവിടെ ടോപ്പിൽ ബലമില്ലല്ലോ. ശരിക്കും സൺറൂഫ് ഇല്ലാത്തതാണ്. ഉപയോഗിക്കുന്നവർക്ക് അത് വേണമെന്നുള്ളവർക്ക് അത് ഓക്കെ. പിന്നെ വണ്ടിയുടെ അകം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഗ്ലാസ് ഒന്നും തുറക്കാതെ ഒരു പൊടി പോലും കയറ്റാതെ AC-യുടെ സ്മെല്ലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2-2.5 വർഷം വണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും നമ്മൾ ആളുകൾ കൂടുതലൊക്കെ കയറുമ്പോൾ സ്മെല്ലിന് എത്ര ഡക്റ്റ് ക്ലീൻ ചെയ്താലും ഫിൽറ്റർ മാറ്റിയാലും അതൊക്കെ സ്മെല്ല് മാറും. നമുക്ക് എപ്പോഴും ഫ്രഷ് സ്മെല്ല്, അത് ആ ഒരു ഡ്രൈവിങ്ങിനൊക്കെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നത്. നമ്മളിപ്പോൾ ടൂർ പോകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ തുറന്നിട്ട് ഓടിക്കുമ്പോൾ വണ്ടിയുടെ അകത്തൊക്കെ പൊടി കയറും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ യൂസ് വന്നില്ല. എനിക്കത് അതിനോട് ഞാനൊരു ഇതല്ല, കാരണം വണ്ടിയുടെ അകത്ത് നിറയെ പൊടി. ഇപ്പം നമ്മൾ സൺറൂഫ് തുറന്നിട്ട് കുറച്ച് നല്ല മൂന്നാറോ അങ്ങനെയുള്ള കാണാൻ നല്ല സ്ഥലത്ത് ചെല്ലുമ്പോൾ തുറന്നിട്ട് ഓടിക്കുമ്പോൾ മൊത്തം പൊടി കയറും. ഇത് കഴിഞ്ഞ് നമ്മൾ AC ഇടുമ്പോൾ ഇത് മൊത്തം കറങ്ങി AC പിടിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്ത സർവീസിന് കൊണ്ടുപോയ ഫിൽറ്റർ മാറ്റുന്നത്. ഇതൊക്കെ നോക്കുന്നവർക്ക് അത് ഇതാണ്. പക്ഷെ നമ്മൾ ക്ലീൻ ഒരു ഇന്റീരിയർ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻജോയ് ചെയ്യുന്നവർക്ക് അത് ഓക്കെ. പിന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെ പോകാനായിട്ട് ജീപ്പ് ഉണ്ട്, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് പോവാം. അപ്പൊ അതിൽ ആ പ്രശ്നങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇത് അങ്ങനെ നമ്മളൊരു പ്രീമിയം ഇതായിട്ട് നമ്മളൊരു നല്ല ഇതായിട്ട് നോക്കുന്നുണ്ട്. അത് സേഫ്റ്റി കുറവാണ്. സൺറൂഫ് ശരിക്കും 100% സേഫ്റ്റി കുറവാണ്. ഇതിന് ഒരു 3-4 ഇതുണ്ട്, ഇവിടെ ഗാർഡ് ഉണ്ട്. വണ്ടി മറിഞ്ഞാലും അതുമ്പോൾ നിൽക്കും. അതെ അതെ അതെ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇതിന് ഇതൊക്കെ കുറവാന്ന് പറഞ്ഞു. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു കടിക്കണ പട്ടിക്ക് എന്തിനാ തല എന്ന് പറഞ്ഞ പോലെ ഒരു ചോദ്യമാണ്. ഇവൻ എന്തിനാണ് ഫീച്ചേഴ്സ്, എന്തിനാ സൺറൂഫ് വേണ്ട, വേറെ ഒന്നും വേണ്ട. ആ സീറ്റിൽ ഇരുന്നിട്ട് ആ സ്റ്റിയറിംഗ് പിടിച്ചൊരു ഓടിച്ച പിന്നെ വേറെ എന്താ വേണ്ടത്? മെയിൻ സംഭവം ഫോർച്യൂണറിനെ കുറിച്ച് പറയുന്നത്, ഫീച്ചേഴ്സ് നോക്കി പോണവർ പോയിട്ട് ചൈന വണ്ടിയോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി എടുത്തിട്ട് അവന് അത് കുഴപ്പമില്ല. പക്ഷെ ഒരു യഥാർത്ഥ ഒരു ഡ്രൈവർ നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത് ഓടിച്ച് നമ്മുടെ മനസ്സിന് സന്തോഷം വരെയും മെയിനായിട്ട് അതാണ്. നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള നമ്മളെ ആ ഒരു കോൺഫിഡൻസ്, നമ്മൾക്കൊരു സന്തോഷം. നമുക്ക് എന്ത് ടെൻഷൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ വണ്ടി കയറി ഓടിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. വണ്ടീനെ നശിപ്പിക്കരുത്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അവൻ ആ ഒരു സന്തോഷം, അവനെ സ്നേഹിച്ച് നമ്മൾ വണ്ടീനെ സ്നേഹിച്ച വണ്ടി നമ്മളെ തിരിച്ച് സ്നേഹിക്കും. നല്ലൊരു ബോണ്ട് വരും. അത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ. നമുക്കത് അങ്ങനെ സങ്കല്പിക്കാം. ചിലപ്പോൾ അത് ഉണ്ടാവുമായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷെ അത് മതി. ഇവന്റെ ആ സ്റ്റിയറിംഗിന്റെ പിന്നിലിരുന്ന് ആ ഒരു പോണ ആ ഫീല് മതി. ഡ്രൈവേഴ്സ് കാറാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഈവൻ ലെജൻഡറിന്റെ ഞാൻ പണ്ട് ഫെവിംബ്രോ പറഞ്ഞിട്ടുള്ള എനിക്ക് മെയിൻ്റെനൻസിന്റെ ഒരു ചരിത്രം പറഞ്ഞായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാര്യം വെച്ചാൽ
ഈവൻ ഫെയിംബ്രം അതിന്റെ എയർ ഫിൽറ്റർ എത്ര കിലോമീറ്ററിനായിരുന്നു ചേഞ്ച് ചെയ്തോണ്ടിരുന്നത്? എല്ലാം 5000 എയർ ഫിൽറ്റർ ചേഞ്ച് എയർ ഫിൽറ്റർ, അതായത് അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ ഈവൻ നമ്മളൊക്കെ ഒരു എയർ ഫിൽറ്റർ മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എയർ ഫിൽറ്റർ AC ഫിൽറ്റർ അല്ലേ? അല്ല, എയർ ഫിൽറ്റർ പോട്ടെ, ഇത് AC ഫിൽറ്റർ. AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ 10,000 AC ഫിൽറ്റർ മാറുക എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് സർവീസിൽ നിന്ന് അല്ലെങ്കിൽ സർവീസ് ചെയ്യുമ്പോൾ ഇതിന് മാറ് കേട്ടോ, പൊടിയൊക്കെ തട്ടി. ചിലപ്പോൾ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, പലരും ഈ എയർ ഫിൽറ്റർ എടുത്ത് പൊടി തട്ടിയിട്ട് ജസ്റ്റ് പൊടി തട്ടി നമ്മുടെ ബ്ലോവർ വെച്ച് അടിച്ച് കളഞ്ഞിട്ട് വീണ്ടും അതേ എയർ ഫിൽറ്റർ വെക്കുന്നത്. അത് പൊടി പോവും, സ്മെല്ല് പോവില്ല. എത്രയൊക്കെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് സെന്റ് അടിച്ച് കയറിയാലും ഇപ്പൊ നമ്മളിപ്പോ ചെറുതായിട്ടൊന്ന് വേർത്ത് കയറി, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഒരു 3-4 ആൾ കയറി കഴിഞ്ഞാൽ അവർ കുളിച്ചില്ല, അങ്ങനെ നോക്കണവർക്ക് കിട്ടാം, അല്ലാത്തവർക്കും അത് കുഴപ്പമില്ല. അപ്പൊ അത് ആ എത്ര ഇത് ചുറ്റി പിടിച്ചാലും അതിൽ പിടിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ ആ 5000 മാറ്റി. എനിക്ക് ആ ഒരു സ്മെല്ല് 10,000 ചെയ്യുമ്പോൾ AC ഫിൽറ്റർ മാറ്റാൻ മാത്രമല്ല, ഡക്റ്റ് മറ്റേ ഫോം അടിച്ചിട്ട് ക്ലീൻ ചെയ്യണ ഇതുണ്ടല്ലോ, അതും കൂടി വരെ ക്ലീൻ ചെയ്യും. പിന്നെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, കുറെ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു സ്മെല്ല് വലുതായിട്ട് കിട്ടില്ല. ചിലവരൊക്കെ സിഗരറ്റ് വരെ വണ്ടിയിലിരുന്ന് വലിക്കും. അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല, അതെങ്ങനെയാണ് അവരുടെ അത് എന്താണ് കൺസെപ്റ്റ് എന്നൊന്നും അറിയാൻ പാടില്ല. ഞാനൊക്കെ എപ്പോഴും കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട്, വേർത്തൊന്നും കയറില്ല, കുളിച്ച് ഫ്രഷ് ആയിട്ട്. പിന്നെ അധികം വേർപ്പുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ എന്തായാലും നമ്മൾ വേർത്ത് കഴിഞ്ഞപ്പോൾ വണ്ടി അതൊരു സ്മെല്ലൊക്കെ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കും. അത്രയും കെയർഫുൾ ആയിട്ടാണ് ഞാൻ ഇന്റീരിയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് പിന്നെ അത് 2.5 വർഷം വണ്ടി ഒരു കുഴപ്പമില്ല, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ലെജൻഡർ. 40,000 ഓടിയെങ്കിലും പിന്നെ അത് വിറ്റിട്ട് ഇത് തന്നെ പുതിയത് ഓപ്റ്റ് ചെയ്തത്. ഈവൻ ഞാൻ പറയുന്നത് ഓവർ എക്സൈറ്റേഷനോ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ആളെ പറയുന്നതല്ല. ഈവൻ ഫെയിംബ്രോയുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്രാൻഡിങ് ആണെന്ന് തോന്നുന്നു. ഈവൻ എല്ലാ വണ്ടിക്കും അത്യാവശ്യം നല്ല വില തന്നെയല്ലേ? പിന്നെ കാര്യം വെച്ചാൽ ഈവൻ നമ്മളൊരു വണ്ടി ഒന്ന് കാണുവാണെങ്കിൽ പോലും ഈവൻ BMW ഒക്കെ ആണെങ്കിലും അല്ലേ, അതും ലെജൻഡർ ആണെങ്കിലും നല്ല വിലക്കല്ലേ നമ്മൾ കൊടുക്കുന്നുള്ള രീതിയിലല്ല, നമ്മുടെ പേഴ്സണൽ യൂസിന് നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ആ വണ്ടി പണിയുമ്പോൾ കറ തീർത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നല്ല ഇതായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പോറലുണ്ടെങ്കിൽ കിടന്നുറക്കം വരില്ല എനിക്ക്. ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സമാധാനം പോകണം. അങ്ങനെ ഒരു ഇതുള്ള ഒരു ഇതാണ് എനിക്ക് വണ്ടിയോടുള്ള ഒരു ഇത്. എല്ലാവർക്കും അത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണത്. വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി നമ്മൾ അതിനെ ലവ് ചെയ്യാണല്ലേ? അതെ അതെ. ഒരു 40,000 കിലോമീറ്റേഴ്സ് ലെജൻഡർ ഓടിച്ചിട്ട് മെയിൻ്റനൻസ് സർവീസ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീൽ? ഗുഡ് ഒന്നുമില്ല, നമുക്കത് 10,000 കിലോമീറ്ററിൽ ആ ഓയിൽ ചേഞ്ച് ഇത്, പിന്നെ 35-40 ഒരു മേജർ ചെക്കപ്പ് കാര്യങ്ങൾ, കുറേ സംഗതികൾ മാറ്റൽ, ഫ്ലൂയിഡുകൾ അത് മാറ്റൽ, അതിന് നിസ്സാര കോസ്റ്റ് വന്നുള്ളൂ. 8,000 to 12,000 ആ ചെറിയൊരു കോസ്റ്റ് വന്നുള്ളൂ. വേറെ ഇതിന് പാർട്സുകളൊന്നും മാറ്റണ്ടല്ലോ. എത്ര ഓടിയാലും ഇതിന്റെ ഒന്നും പാർട്സ് ചത്ത് കിടന്ന് ഓടും, എത്ര ലക്ഷം വേണമെങ്കിലും ഓടും. ഞാൻ ശരിക്കും 40,000 കൊടുത്ത് മണ്ടത്തര അഹങ്കാരം എന്ന് പറയും. ഫോർച്യൂണറൊക്കെ ശരിക്കും ഒരു 3-4 ലക്ഷമൊക്കെ ഓടിച്ചിട്ട് മിനിമം ഒരു 1.5 ലക്ഷമെങ്കിലും ഓടിക്കാണ്ട് കൊടുക്കണത് ഭയങ്കര നഷ്ടമാണ്. ശരിക്കും ഉപയോഗിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അവന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടല്ലേ, എന്നാലും ഒന്നുമല്ല ഫോർച്യൂണർ. ഇപ്പൊ 8 ലക്ഷം ഓടിയാലോ 5 ലക്ഷം ഓടിയാലോ ഒന്നും ആവൂല. പക്ഷെ നമ്മൾ ഈ പെർഫെക്ഷൻ നോക്കണോണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പൊ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ വില കൂടിയ വണ്ടിയിലേക്ക് നമ്മളിപ്പോ ഒരു 2 വർഷം കൂടുമ്പോൾ വണ്ടി മാറ്റും എന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിലും ഇതൊരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർച്യൂണറിന്റെ വില നമുക്ക് ഓരോ പ്രാവശ്യം വണ്ടി മാറ്റുമ്പോൾ നഷ്ടപ്പെടും. ഇതിപ്പോൾ ഫോർച്യൂണർ ആകുമ്പോൾ വലിയത് വന്നില്ലെങ്കിലും എന്നാലും സാധാരണ ഒരു 10 ലക്ഷം രൂപയുടെ കാർ, ഒരു കാറിന്റെ വില നഷ്ടപ്പെടുന്നതിന് നമ്മളത് കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ വലിയ വണ്ടികൾക്ക് പോകുമ്പോൾ, പ്രീമിയം വണ്ടികൾക്ക് പോകുമ്പോൾ നമുക്ക് അത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോയി ഒരു 25-30 ലക്ഷം, പിന്നെ നമ്മളൊരു 30,000 കിലോമീറ്റർ അപ്പോഴും പോയി. പിന്നെ ഇത് വിൽക്കുമ്പോൾ പൂര നഷ്ടം വരും. ലോൺ അടച്ച EMI ആദ്യത്തെ 2 വർഷം കയറുന്നത് ഹ്യൂജ്. അപ്പൊ അത് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹ്യൂജ് ലോസ് വന്നു. നമ്മൾ എപ്പോ കൊടുത്താലും ഇവനൊരു മാർക്കറ്റ് ഉണ്ട്. പിന്നെ എപ്പോ കൊടുത്താലും കാശാണ്. നമുക്ക് പുതിയ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ ഭാവിയിൽ ഇതിപ്പോ തന്നെ ഞാൻ നിൽക്കുന്നു പറയില്ല. ഇനിയിപ്പോ 1 വർഷം, 1.5 വർഷം, 2 വർഷം കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും നല്ല വണ്ടി ഇവന് തത്തുല്യമായ രീതിയിൽ ഇത്രയും ഹാപ്പിനെസ് തന്നെ പെർഫോമൻസ് ഉള്ള നല്ലൊരു വണ്ടി വരാണെങ്കിൽ ഓഫ് കോഴ്സ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഫോർച്യൂണറിൽ തന്നെ കിടക്കുന്നത് അല്ലേ? ഇപ്പൊ നിലവിൽ ഇതുള്ളൂ. പിന്നെ ഇന്ത്യയിലെ സാഹചര്യം അറിയാലോ, ടാക്സ് കൂടുതലാണ്, നമുക്ക് വണ്ടികൾ അത് ഭയങ്കര ഇതാണ്. പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമ്മൾ നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ കൈ പൊള്ളും. നമ്മൾ 2 വർഷം കൂടുമ്പോൾ വണ്ടി മാറ്റണവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നമുള്ളൂ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഇതുപോലെ ഫോർച്യൂണർ കാണത്തില്ല, ഈവൻ സ്പെക്സ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിംബ്രോ ഒക്കെ എങ്ങനെ വിലയിരുത്തുമല്ലേ? പലരും ഓൾട്രേഷൻ വർക്കൊക്കെ ചെയ്യണ്ടെങ്കിലും നമ്മളത് ഓൾട്രേഷൻ വർക്ക് ചെയ്തെന്ന് തോന്നാത്ത രീതിയിൽ അന്ന് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് അത്യാവശ്യം നല്ല പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടീനെ
നമുക്കത് മുന്നത്തെ വണ്ടി ഓടിച്ച് പരിചയമുള്ളതുകൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ സസ്പെൻഷൻ തന്നെ ടീൻ്റെ സസ്പെൻഷൻ കയറ്റിയിട്ടുണ്ട് അതൊന്നും പുറത്തേക്ക് കാണില്ല. അപ്പോൾ അതുപോലെ എല്ലാം സെറ്റ് ആയാലും 360 ക്യാമറ ആയാലും എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ഓൾമോസ്റ്റ് 10 lakhs എടുത്തങ്ങണ്ട് വർക്ക് ടോട്ടലി ആയിട്ടുണ്ട് അല്ലേ? 10 lakhsന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ക ജെനുവിൻ ഷോറൂമിൽ തന്നെ അല്ലേ? ഷോറൂമിൽ തന്നെ എല്ലാം A to Z കാര്യങ്ങൾ ഒന്നും പുറത്ത് കിട്ടില്ല, എല്ലാം അവിടെ തന്നെ. അതായത് വണ്ടി ഇവനെ പുറത്തേക്ക് ഇറക്കിയത് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണ്. ഇവൻ ഏറ്റവും കൂടുതൽ ഫോർച്യൂണർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആയിരുന്നു ഒന്ന് ബോഡി റോളിങ്, ബാക്ക് സീറ്റ് കംഫർട്ടില്ലായ്മ. ഈ രണ്ടിനെ എങ്ങനെ നോക്കിക്കണ്ടു? ഇപ്പൊ പുതിയ വണ്ടിക്ക് വന്നപ്പോൾ അത് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇതിപ്പോ ലെജൻഡർ ഇതൊക്കെ നോക്കാൻ ഈ ചേസും എഞ്ചിനും ഗിയർ ബോക്സ് എല്ലാം സെയിം ആണ്, പക്ഷെ കുറച്ചും കൂടി റിഫൈൻഡ് ഷോക്കപ്പ് ആണ് വന്നതിന് ഇതിന് ടീന്റെ സസ്പെൻഷൻ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരുവിധം ബോഡി റോൾ നമുക്ക് എത്ര ഇതിലും വണ്ടി വീശി വളയ്ക്കാം. പിന്നെ എയർ സസ്പെൻഷൻ പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യണത്. നമുക്ക് ബോഡി റോള് ഫസ്റ്റ് ബോഡി റോൾ ഇല്ല, നമുക്ക് എത്ര വളവിലും വീശി വളച്ചാലും മറ്റേ ടയർ ഒരയണ ഒച്ച അങ്ങനത്തെ മറ്റേ വണ്ടിക്കൊക്കെ ഇച്ചിരി വീശി വളയ്ക്കുമ്പോൾ ഒരു ഇത് വരും, എന്നാലും നമുക്ക് ഗ്രിപ്പ് പോവില്ല, വണ്ടി കയ്യിൽ നിന്ന് പോവില്ല. നല്ല കോണ്ടാക്ട്. പിന്നെ ടയറിന്റെയും പ്രത്യേകത ഉണ്ട്, അത് കോണ്ടിനെന്റിന്റെ ക്രോസ് കോണ്ടാക്ട് എന്ന് പറഞ്ഞ ടയറാണ് ഇട്ടേക്കുന്നത്. പ്രീമിയം സെഗ്മെന്റ് ടയർ, ഇപ്പൊ പുതിയ മോഡൽ ടയർ. അതായത് എനിക്ക് തോന്നുന്നു ഇവൻ ഇതിന്റെ ടയർ കൊടുത്ത് ഷോറൂമിൽ തന്നെ വണ്ടി ഇറക്കണേക്കാളും മുന്നേ 4 ടയറും വിറ്റ് കാശാക്കി പുതിയ ടയർ വാങ്ങിച്ച് അത് ഇട്ടു. അതായത് ശരിക്കും ടയർ വന്നത് 265 60 വന്നത്. അതൊന്ന് അപ് സൈസ് ചെയ്ത് 275 ആക്കി. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ടച്ച് ആവും, വരും. അപ്പൊ അതുകൊണ്ട് 275 60 18 അത് കോണ്ടിനെന്റലിന്റെ ക്രോസ് കോണ്ടാക്ട് HT എന്ന് പറഞ്ഞത്. സാധാരണ നമുക്ക് മിച്ചലിനിലൊക്കെ HT വരുന്നുണ്ടെങ്കിലും നമുക്കത് റബ്ബറൈസ്ഡ് ടാറിംഗ് റോഡിലാണ് അത് മെയിനായിട്ട് വന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഇച്ചിരി ഓഫ് റോഡ് ആയാലും എന്നാൽ ഇപ്പോൾ റബ്ബറൈസ്ഡ് അല്ല, ഇച്ചിരി കുണ്ടും കുഴിയുള്ള ഇത്, കുണ്ടും കുഴിയല്ല, ഒരു ഇച്ചിരി പരുക്കൻ റോഡായാലും എല്ലാ റോഡിനും പറ്റിയതാണെന്ന കംഫർട്ടിന് യാതൊരു കുറവില്ല. നമ്മളിപ്പോൾ MT ചിന്തിക്കേണ്ട, ATയിലേക്ക് പോയാലും കുറച്ച് ചാട്ടവും വണ്ടിക്ക് സ്റ്റിയറിംഗുമ്പോൾ ലോഡ് വരലും ഒരു വശത്തേക്ക് വലിഞ്ഞു പോലും ഇതിന് അതൊന്നുമില്ല. പക്ക ഇതായിട്ട് നമുക്ക് ഏത് റോട്ടിലും എങ്ങനെ വേണമെങ്കിലും നല്ല ഗ്രിപ്പിൽ കൊണ്ടുനടക്കാം ടയർ. അതായത് ഇവൻ ഈ വണ്ടി വന്ന സ്റ്റോക്ക് ടയർ എത്ര 12,500 ഒരു ടയർ വിറ്റല്ലേ? 12,500 ഏകദേശം ആ റേറ്റ് കിട്ടി. ഈ ടയർ എത്ര രൂപയ്ക്ക് എടുത്തു? ഇത് അത്യാവശ്യം നല്ല വില വന്നു, 20-ന് മീതെ വില വന്നു ടയറാണ് കേട്ടോ. അതായത് ഫോർച്യൂണർ ടയറിന്റെ വിലയാകുമല്ലെന്ന് പറയുന്നത് ഒരു കാര്യം കേട്ടോ, ഇത് പ്രീമിയം ടയർ ആണ് കേട്ടോ. എസ്പെഷ്യലി ടയർ മെയിൻ ഘടകം വണ്ടിയുടെ ആ ഒരു ലുക്ക്, വണ്ടിയുടെ ആ ഒരു ഫീല് തന്നെ മാറും നമ്മൾ പ്രീമിയം ടയർ ഇട്ട് കഴിഞ്ഞാൽ. റൈഡിങ് കംഫർട്ട്സ് അല്ലല്ല, വണ്ടിയുടെ ലുക്ക്, റൈഡിങ് കംഫർട്ട് വേറെ, അത് വേറെ, വണ്ടിയുടെ ലുക്ക് തന്നെ മാറും. പ്രീമിയം ടയറിൽ വണ്ടിയുടെ ലുക്ക് മാറും തീർച്ചയായും. നല്ലൊരു ടയർ ഇടുമ്പോൾ കോണ്ടിനെന്റിലായാലും മിച്ചലിനായാലും ടയറിന്റെ ലുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ചെയ്ത സസ്പെൻഷൻ പ്രത്യേകത ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനോ? ടീൻ സസ്പെൻഷൻ അത് ഓട്ടോമാറ്റിക് ഉണ്ട്, നമുക്ക് അതിൽ കാര്യങ്ങൾ ഹൈറ്റ് അല്ല അതിന്റെ ഒരു പെർഫോമൻസ്. അപ്പോൾ അത് ഇത് സെൻസർ ഉണ്ട് ഫ്രണ്ടിൽ, റോഡ് ഡിറ്റക്ട് ചെയ്തിട്ട് കുണ്ടും കുഴിയുള്ളതാണോ അല്ലെന്നുണ്ടെങ്കിൽ റബ്ബറൈസ്ഡ് ടാറിംഗ് റോഡാണോ എങ്ങനെയാണെന്നുള്ളത് അത് ഡിക്റ്റേറ്റ് ചെയ്യും വണ്ടി. ആ സെൻസർ ഡിക്റ്റേറ്റ് ചെയ്ത് അതനുസരിച്ചിട്ട് സസ്പെൻഷൻ വർക്ക് ചെയ്യും. ഏത് ടെറൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലിയും ഇടാം. അതിൽ നല്ലത് അത് ഓട്ടോമാറ്റിക് കിടക്കണതാണ് നല്ലത്. നമുക്ക് അതിന്റെ ടെൻഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ റോഡിന്റെ അനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പൊ അത് നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ഇതെല്ലാം ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഹൈറ്റ് കൂട്ടൽ കുറയ്ക്കൽ എല്ലാ കാര്യങ്ങളും അത് ആ ഇലക്ട്രോണിക് ഡിവൈസ് അകത്ത് ഇരിപ്പുണ്ട്. അത് ഓട്ടോമാറ്റിക് അത് ചെയ്തു. നമുക്ക് അതിന്റെ റേഷ്യോ അറിയാൻ പറ്റും. അതിൽ 4 സസ്പെൻഷന്റെ റേഷ്യോ അതിലുണ്ട്, അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ആ സസ്പെൻഷൻ യൂസ് ചെയ്തിട്ട് വണ്ടി? പിന്നെ നല്ല സുഖം. നമ്മൾക്ക് ഒരു അനക്കൂല, ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി എത്ര ദിങ്ങിന്ന് വന്നാലും ബോഡി റോളോ ഒരു ഇതില്ല. നമ്മൾ ശരിക്കും എയർ സസ്പെൻഷൻ നല്ല വോൾവോയിൽ ഇരിക്കുന്ന പോലെ തന്നെ നല്ല സുഖം, നല്ല റൈഡിങ് കംഫർട്ട്. ഞാൻ പറയാൻ ഫോർച്യൂണർ എടുക്കണവർ അത് ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യേണ്ടത്. നല്ല കാര്യം എനിക്കറിയാൻ പാടുന്നു, മറ്റു വണ്ടിക്ക് ഞാൻ അത് ഇട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതിന് ഇട്ടപ്പോഴാണ് അത് ഷോറൂമിൽ പുള്ളി പറയാറുന്നു, ഇത് പിടിപ്പിക്കുന്ന പുള്ളി പറയാറുന്നു ഇത് ഇട്ടോ നല്ല ഇതാണെന്ന്. പക്ഷെ ഇത്രയും വ്യത്യാസം ഉണ്ടെന്നുള്ള ഇത് ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് ഓടിച്ചോണ്ടിരുന്നോണ്ട് അതെ നല്ലൊരു കംഫർട്ടായി. സസ്പെൻഷൻ എത്ര രൂപ? ഏകദേശം ഒരു 2,10,000 2,20,000 എങ്ങാണ്ടാണ് സസ്പെൻഷൻ മാത്രം. ഇത് പിടിപ്പിക്കാനൊക്കെ പാടുണ്ടോ? ഇല്ല, അത് അവിടെ ഷോറൂമിൽ അത് മറ്റേത് അഴിച്ച് കറക്റ്റ് ചെയ്ത് കയറ്റാം. പിന്നെ അതിന്റെ എന്തോ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ എന്തോ ഫ്ലൂയിഡിന്റെ പൈപ്പ് എന്താ അങ്ങനെ എന്തൊക്കെ കുറെ സാധനം എനിക്കത് കറക്റ്റ് അറിയില്ല. അത് പെട്ടെന്ന് ചെയ്ത് കഴിയും. ഇല്ല വാറണ്ടി കട്ടാവും. ഷോറൂമിൽ തന്നെ. നോട്ട് എ പെനി ലെസ്, നോട്ട് എ പെനി മോർ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ചെയ്തേക്കുന്നത്
A to Z അല്ലേ, ഷോറൂമിൽ തന്നെയാണ്. അതിനകത്ത് ഒരു പൈസ പോലും വെളിയിൽ കൊടുത്തിട്ടില്ല. ഇവൻ ഇത് നമുക്ക് ചെയ്തേക്കുന്ന ബോറോഫിൻ കോട്ടിംഗ് അല്ലേ? ബോറോഫിൻ കോട്ടിംഗ്. സാധാരണ സെറാമിക് കോട്ടിംഗ് ഒക്കെ കിട്ടുന്നത് സെറാമിക് ഉണ്ട്, ഗ്രാഫൈൻ ഉണ്ട്, പിന്നെ നാനോ ഡയമണ്ട് ഉണ്ട്. അതിലും ഏറ്റവും കൂടിയതാണ് ഈ ബോറോഫിൻ 10 mm തിക്നെസ്സിന്റെ. അതിപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കഴുകുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ മണ്ണിന്റെ പൊടിയുടെ ഇത് വെച്ചിട്ട് ഇത് വന്നാലും ഇപ്പൊ കമ്പും ചില്ലൊക്കെ കൊണ്ട് ഇത് പോറൽ വന്നാലും നമ്മളത് വലിയ ഇതല്ല, ചെറിയൊരു രീതിയിലുള്ളത് വന്നാലും വെയിൽ കൊണ്ടുപോയി 10 mm ആണത്. വെയിൽ കൊണ്ടുപോകുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഹീലാവും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റാലിക്കിൽ നമ്മൾ ഇടുന്ന തരികളുണ്ടല്ലോ, അതും ഈ ഉള്ള കളറിനെയും നല്ല ബ്രൈറ്റ്നെസ് ആക്കി നിർത്തും. സിറാമിക്കും ഗ്രാഫൈനും അത് ബ്രൈറ്റ് ആക്കില്ല. ഇടുന്ന ഗ്രാനുൾസ് ചെറിയ തരികളുണ്ടല്ലോ, അതും ഈ കളറിനെയും ബ്രൈറ്റ് ആക്കൂല. നമുക്ക് അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് വന്നു എന്നുള്ളൂ. പക്ഷെ അതിന് ഇത്രയും ഡ്യൂറബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേനൊന്നും ചെയ്തിട്ടൊന്നും എനിക്ക് അത്ര ഇതായിട്ട് ഇത് വന്നില്ല. പക്ഷെ ഇത് നല്ല വണ്ടിക്ക് ഒരു വേറൊരു ഫീലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്കത്. ക്യാമറയിൽ കൂടെ എന്തോരം ഇതാവുന്ന അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല കളർ നല്ല എടുത്ത് നിൽക്കും. നല്ല ഇതാണ്. പിന്നെ എന്തൊക്കെ ചെയ്യും നമ്മുടെ വണ്ടിയിൽ? ടയർ അപ്സൈസ് ചെയ്തു. പിന്നെ ഇതെല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഈ പിടി ഇതെല്ലാം, പിന്നെ ഇത് ക്രോം ആയിരുന്നു. എല്ലാം ബ്ലാക്ക്. ഇതെല്ലാം റൂഫ് റെയിൽ, ബാക്കിലെ ലോഗോ, ഫ്രണ്ടില് പിന്നെ ചെയ്തില്ല, ലോഗോ ചെയ്തില്ല. അത് ടയോട്ട അത് തന്നെ നിൽക്കട്ടെ, അതൊരു ഇതായിരുന്നു. അത് അതെ അതെ അതെ, അത് നമ്മൾ കൊണ്ട് അത് നശിപ്പിക്കേണ്ട. പിന്നെ അത് കാണാതെയാവും അത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രം നിർത്തിയിട്ട് ബാക്കി അതെല്ലാം ചെയ്തു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് 360 ക്യാമറ 11 ഇഞ്ചിന്റെ. അത് ഇച്ചിരി വെക്കാൻ പാടാണ്, എന്നാലും കറക്റ്റ് സ്യൂട്ടായിട്ട് അവരത് വെച്ച് തന്നു. അതും സെറ്റ് നല്ല പെർഫോമൻസ് ഉള്ളത്. പിന്നെ ഇതിൽ തന്നെ 11 സ്പീക്കർ വന്നുണ്ട് JBLന്റെ. അതിന് പുറമെ റോക്ക്ഫോർഡിന്റെ ട്യൂബ്, വലിയ ട്യൂബ്, ആംപ്ലിഫയർ, പിന്നെ ഡ്രൈവറിന്റെ സീറ്റിന്റെ അടിയിൽ ഇൻബിൽറ്റ് ആംബും സബും വന്നത്, അതും റോക്ക്ഫോർഡിന്റെ അണ്ടർ സീറ്റ്. അത് ഏകദേശം 35,000 രൂപ വന്നത്. പിന്നെ മറ്റേ ട്യൂബിന് അത് എനിക്ക് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല, അത് നോക്കണത്. പിന്നെ ഇത് അതിന് ട്യൂബിന് സെപ്പറേറ്റ് ആംപ്ലിഫയർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ JBLന്റെ ഇൻബിറ്റ് ഇത് വന്നിട്ടുണ്ട്, സബ്ബൂഫറാണ്. മൊത്തം 3 സബ്. ബാക്കി പിന്നെ ആംബിയൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പാട്ടിനനുസരിച്ചും നമ്മൾ വർത്താനം പറയുന്നതിനനുസരിച്ചൊക്കെ ലൈറ്റ് കത്തും. അത് ഈ 4 ഡോറിലും ഈ നമ്മുടെ കാല് വെക്കണതിൻ്റെ അവിടെ, ബാക്കിലും ഈ വെള്ളം വെക്കണതിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ആംബിയൻ ലൈറ്റ്. അത് നമുക്കൊരു ഫീലാണ്. അത് സൗണ്ട് സിസ്റ്റം എത്ര രൂപയായിട്ടുണ്ട്? സൗണ്ട് സിസ്റ്റം അത് കൂട്ടി നോക്കണം. ബാക്കിൽ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് സൗണ്ട് സിസ്റ്റം ഉണ്ട്. പിന്നെ ഡാമ്പ് ചെയ്തിട്ടുണ്ട് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്. ടൂ ലെയർ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വണ്ടിയിൽ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കും. വണ്ടിക്ക് ഒരു നല്ലൊരു ഫീല് വരും. പുറത്തുനിന്നുള്ള നോയ്സ് ഒക്കെ വന്ന വണ്ടി നല്ല സൈലന്റ് ആയിരിക്കും. ഡാമ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സ്പീക്കർ പതറില്ല. ഒരു കംപ്ലീറ്റ് അടിപൊളിയായിട്ട് കിട്ടും. അതെ അതെ, നല്ല സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. ഇതുമോ എന്ന് പറഞ്ഞ ഈ പതറിന സൗണ്ട് ഉണ്ടല്ലോ, ഇത് വെക്കുമ്പോൾ ആ പതർച്ചയൊന്നും ഉണ്ടാവില്ല, നല്ല ഇതായിരിക്കും. നല്ല പിന്നെ ഡാമ്പ് ചെയ്യാൻ ഞാൻ എന്റെ വണ്ടിയിലാണ് ഡാമ്പ് ചെയ്യുന്നത്. സിംഗിൾ ലെയർ ഡാമ്പിങ്ങേ ഉള്ളൂ. 2 ലെയർ 2.8 mm അല്ലേ, ഏറ്റവും കട്ടി കൂടിയ ഡാമ്പിങ്. അതെ അതെ അതെ. പിന്നെ കിറ്റ് ചെയ്തില്ലേ, പിന്നെ ലീഡർ എഡിഷന്റെ കിറ്റ്, ഫോഗ് ലാമ്പ്, അത് നല്ല വെട്ടമുള്ള നല്ല ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. വേണമെങ്കിൽ കാലത്ത് നമുക്ക് ഓൺ ആക്കിയിട്ട് ഓടിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു വണ്ടി അകലേന്ന് വരുമ്പോൾ ഒരു പ്രസൻസ് ഉണ്ടാവും, ലുക്ക് ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് ശല്യം ഇല്ലാത്ത രീതിയിൽ നമ്മളെപ്പോഴും ഡിമ്മിലിട്ട് ഓടിക്കുക. ബ്രൈറ്റിലിട്ട് നല്ല വെട്ടമാണ്. പിന്നെ ഇത് ഗ്ലാസ് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പേപ്പറാണ്. നല്ല എല്ലാം 100% UV ആയാലും പിന്നെ ഫ്രണ്ടിൽ ഒട്ടിച്ചേക്കുന്നത് 30%. ഇത് അധികം 50%ലേക്ക് പോയില്ല, 30% ആണ് ഫ്രണ്ടും ബാക്കൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ലെഗ് ലയർ അതെല്ലാം കുറയ്ക്കണം. ആന്റി ഗ്ലെയറും ഒട്ടിച്ചിട്ടുണ്ട്. ഈവൻ എനിക്കതിനകത്ത് എസ്പെഷ്യലി എടുത്തുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭയങ്കര ബ്യൂട്ടി. അതിനകത്ത് അമോയിലെ ഡിസ്പ്ലേ ആണല്ലേ, ഡിസ്പ്ലേ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണൊന്നും കണക്ട് ചെയ്യണ്ട, നേരെ ഫോൺ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണത്. നമുക്ക് വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യണ പോലെ എല്ലാ കാര്യമായാലും ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഫുൾ റെക്കോർഡിംഗ് ഉണ്ട്, അഡാസ് ഉണ്ട്. ഇതിൽ പറയേണ്ട കാര്യം അഡാസ് ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്, ഫുൾ ടൈം റെക്കോർഡിംഗ് ക്യാമറ എല്ലാം. റോഡ് അസിസ്റ്റ് വരുന്നില്ലല്ലോ. ഇല്ല, അത് ഇതിൽ വന്നിട്ടുണ്ട്. ടെക്നോളജി പോലെ നമ്മുടെ ഈ ചില ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ലൈൻ മാറുമ്പോൾ ലൈനിൽ നിന്ന് വണ്ടി പോകുമ്പോൾ അല അടിക്കും, ഫ്രണ്ടിൽ വണ്ടി ഇത്ര ഡിസ്റ്റൻസിൽ വരുമ്പോൾ അല അടിക്കും. അതിപ്പോൾ ഓഫ് ആക്കിയിട്ടേക്കാണ്, കാരണം അത് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും ഡിസ്റ്റർബൻസ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് അത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കി ഇല്ലാത്തൊരു ഫീച്ചർ അല്ലേ. അതെ അതെ അതെ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. തീർച്ചയായിട്ടും അതും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് സൗണ്ട് സിസ്റ്റം എക്സ്ട്രീംലി ഇഷ്ടപ്പെട്ടു. അതും ഒന്ന് പാട്ട് കേൾക്കാനാണെങ്കിലും ഡിസ്പ്ലേ ക്വാളിറ്റി, ഈവൻ
റിവേഴ്സ് ക്യാമറ പോലെ 4K വിഷ്വൽസ്. ഞാൻ അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നമുക്ക് ഇത്ര ഷൂട്ട് ചെയ്തേക്കാം. ബ്രേക്ക് ചവിട്ടുമ്പോൾ വരെ വണ്ടിയുടെ ഫ്രണ്ടും സൈഡും എല്ലാം കാണിക്കും. 360 ബ്രേക്ക് ചവിട്ടുമ്പോഴും വലിയ വളവ് വീശി വളയ്ക്കുമ്പോഴൊക്കെ അതിലെപ്പോൾ നമുക്ക് ഫുള്ള് ഇത് തന്നുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് 95,000 ഇതിന് തന്നെയല്ലേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. അത് എലോൺ അതിന് മാത്രം. പിന്നെ ബാക്കിയെല്ലാം ഇവൻ സബ് ഡാമ്പിങ് എല്ലാം കൂടെ 2 lakh അതിന്റെ അവസ്ഥ കിട്ടും. പിന്നെ വേറെ എന്തെങ്കിലും വർക്ക് കിട്ടും. അണ്ടർ ബോഡി കോട്ടിക്ക് സാധാരണ ഫോർച്യൂണറിന് ഇവിടെ വെള്ളയാണ് വരാ ഇതിലും ഫ്രണ്ടിൽ. അപ്പൊ അതൊക്കെ ബ്ലാക്ക് ചെയ്തപ്പോൾ അതെല്ലാം. പിന്നെ മാറ്റ് 70 മാറ്റ്, അതിന്റെ മീതെ ട്രേ. അതിന്റെ മേലാണ് ട്രൈ ഉണ്ട്. അപ്പൊ ട്രൈ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണ് ഇതിന്റെ കമ്പനി തന്നെ ഇതിലേക്ക് മണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വാക്വം ചെയ്തെടുക്കാൻ പാടാണ്. പിന്നെ എന്തായാലും അത് സ്മെല്ല് പിടിക്കും. എത്രയൊക്കെ വന്നാലും സ്മെല്ല്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്മെൽ ഫാക്ടർ അതൊരു ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ പാടാം. ഇപ്പോൾ 70 മാറ്റ് ഇട്ട് അത് സീൽഡാണ്. പിന്നെ ഈ ട്രേന്ന് തെറിക്കുന്ന മണ്ണായാലും എന്തായാലും നമ്മൾ ട്രേ എപ്പോഴും കഴുകുമ്പോൾ ഇപ്പോൾ മാസത്തിൽ 3-4 പ്രാവശ്യമാണ് കഴുകുക. അപ്പോൾ മഴക്കാലം അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രേ മാത്രം ക്ലീൻ ചെയ്യുക. 2-3 മാസം കൂടുമ്പോൾ നമ്മൾ 70 മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് വേറെ പിന്നെ പ്രശ്നങ്ങൾ. നമുക്കിപ്പോൾ ഓൺ റോഡ് വിത്തൗട്ട് വർക്ക് ആൻഡ് ആഫ്റ്റർ വർക്ക് എത്ര രൂപ ഓൺ റോഡ് എല്ലാം കൂടെ കൂട്ടിയായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്? 55 lakhs ആണ് പറഞ്ഞിരുന്നത്. അതിൽ ഡിസ്കൗണ്ട് എല്ലാം അടക്കം ഇൻഷുറൻസ് പുറത്തുനിന്നാണ് എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 54 അടുത്ത് 54 സംതിങ് ആണ് വന്നേക്കുന്നത് ഓൺ റോഡ്. പിന്നെ മറ്റേ ഇത് കൂടി വന്നപ്പോൾ ഏകദേശം എല്ലാവരും കൂടി വന്നപ്പോൾ 64 ശരിക്കും 65 അടുത്തായി. ലെജൻഡറിന്റെ പൈസക്ക് ലെജൻഡറിനേക്കാൾ അടിപൊളിയായിട്ട്. അതെ അല്ലേ, ലെജൻഡർ നമ്മളത് കണ്ടു കുറച്ച് നാൾ ഉപയോഗിച്ചു. അപ്പോൾ ഇനി ഒരു മാറ്റം. പക്ഷെ ടൊയോട്ട വിട്ടു പോകാൻ അല്ലെങ്കിൽ ഫോർച്യൂണർ വിട്ടു പോകാൻ ഒരു താല്പര്യം നിലവിലത്തെ അവസ്ഥയിൽ. ഭാവിയിൽ അത് മാറ്റം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ വേറെ ഏതൊക്കെ ഉണ്ടെന്ന് ടയോട്ടയുടെ ഒരു ഡ്യൂറബിലിറ്റിയും ആ ഒരു ഇതും നമുക്ക് തന്നെ ഒരു ഗ്യാരണ്ടി അത് വേറൊരു വണ്ടിക്ക്. മെയിൻ്റെനൻസ് കാശ് കുറവാണല്ലോ, അതാണ് ഏറ്റവും വലിയ ഫാക്ട്. മെയിൻ്റെനൻസ് ഇല്ല വണ്ടിക്ക്, സർവീസിന്റെ ഒരു ചെറിയൊരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്ന് വിറ്റാലും കാശാണ്. ഈവൻ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു ബ്രേക്ക് പാഡ് പോലും 50,000-60,000 കിലോമീറ്റർ നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ബ്രേക്ക് പാഡ് ഒന്നും മാറ്റണ്ട. ബാക്കിയുള്ള വണ്ടികളൊക്കെ നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റി മടുക്കും. ഇതിന് ഒരു ബാക്കിലത്തെ എനിക്ക് തോന്നുന്ന ഒരു 25-30 മീതെ ഓടും ബാക്കിൽ. ഫ്രണ്ടിലും പിന്നെയും ഒരു 20 എന്തായാലും 20-നും. ഇതിപ്പോൾ നമ്മൾ ഇത് ലൈഫ് കുറയണത് നമ്മൾ കൂടുതൽ ഞാൻ മെയിനായിട്ട് ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോകുമ്പോൾ അപ്പോൾ അത് തന്നെ കുറവ് വരാൻ സാധ്യതയുണ്ട്. സാധാ റോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും, ലൈഫ് കിട്ടും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഓഫ് റോഡും ഈവൻ നമ്മൾ മണാലി അങ്ങ് അതെ. എന്നിട്ട് അതിലേക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു വണ്ടി കൊണ്ടുപോയിട്ട് 8,000 6,000 മാറ്റേണ്ടി വന്നിരുന്നു. വണ്ടിയുടെ പേര് പറയണ്ട. പക്ഷെ ഇതിന് ഒരു പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ടും 100% ഗ്യാരണ്ടി. ഓൾ ഇന്ത്യ പോയ വണ്ടിയായിരുന്നു ഇതിന് മുമ്പത്തെ. അടുത്ത് അല്ലേ, ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഇനിയിപ്പോ സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. നമുക്കൊരു റൈഡിംഗ് എക്സ്പീരിയൻസ് നോക്കിയാലോ? നോക്കാം, വണ്ടി കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്താലോ? നോക്കാം. പിന്നെ ഞങ്ങളുടെ ഫോർച്യൂണറിലുള്ള ഒരു റൈഡിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, റൈഡിംഗ് വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഫെയിംബ്ര പറഞ്ഞ പോലെ ഇതിന്റെ യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരിപ്പം ഇതിന്റെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പം സസ്പെൻഷന് നോർമലി ഇത് തന്നെയല്ലേ ബ്രോ, ഓട്ടോമാറ്റിക് ആണ് ഇട്ടേക്കുന്നത്? ഓട്ടോമാറ്റിക് സെൻസർ ഇവിടെ. ഓക്കെ, ഇവിടെ സെൻസർ ഇവിടെ ഇരിപ്പുണ്ടല്ലേ, സെൻസറും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആണ് സെൻസ് ചെയ്ത് നമുക്ക് ഏത് റോഡിന് വേണ്ട കാര്യങ്ങളും ഇത് സെൻസ് ചെയ്തെടുക്കും അല്ലേ? റബ്ബറൈസ്ഡ് റോഡ്, ഇനിയിപ്പോ ഇച്ചിരി ബമ്പി റോഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വളവും തിരിവുള്ളത് ഇപ്പോൾ വണ്ടിയുടെ സ്പീഡിന്റെ അനുസരിച്ച് അതെല്ലാം സെൻസ് ചെയ്തിട്ട് നമ്മൾ സസ്പെൻഷൻ അതിൻ്റെ അനുസരിച്ച്. ഇതിപ്പോൾ ഇതിൽ കാണാം 11 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 12 ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് മാറി 10 ഇപ്പൊ അങ്ങോട്ട് ചെരിഞ്ഞപ്പോൾ അത് 10 ആയി, അത് താഴ്ന്നതിൻ്റെതാണ്. ആ ഒരു സസ്പെൻഷന്റെ ഈവൻ ഇതിന് മുമ്പത്തെ ഫോർച്യൂണർ ആണെങ്കിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ പുറകെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് തോന്നുന്നു, കാറിലിരിക്കണ പോലെ ഒരു പ്രീമിയം കാർസിലിരിക്കുന്ന പോലെ തന്നെ അല്ലേ? പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഇന്റീരിയർ ചെയ്തേക്കുന്ന ആംബിയൻ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ ആംബിയൻ ലൈറ്റിംഗ് ഓൾമോസ്റ്റ് 33 അത് 30 അടുത്ത് 30-35 റേഞ്ച് ആയിട്ടുണ്ടല്ലേ? മൾട്ടിപ്പിൾ ഇതിന് പല മോഡ്യൂൾസ് ഉണ്ട് കേട്ടോ, പല രീതിയിൽ ഇതിനെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പല ഫോണില് ആപ്പാണ് അതിന്റെ ഇതുള്ളത്. നമുക്കത് ഏത് ഇതില് വർക്ക് ചെയ്യണം, അത് ലൈറ്റിന്റെ എങ്ങനെയാണ്, ഏത് കളറാണ് വേണ്ടത്, ഏത് വേരിയന്റിൽ അത് വർക്ക് ചെയ്യണം, അതിന്റെ ആക്യുറസി എല്ലാ കാര്യങ്ങളും
നമുക്ക് ചൂസ് ചെയ്യാം, എല്ലാം ചൂസ് ചെയ്യാം. ഏത് ലൈറ്റ് എങ്ങനെയാണ്, ഏത് മോഡാണ് വേണ്ടത്, ഡാൻസ് മോഡ്, അങ്ങനെ എല്ലാം പാട്ടിനനുസരിച്ചുള്ളത്. ഇവൻ നമ്മൾ വർത്താനം പറയുമ്പോൾ തന്നെ അത് ഇതായിക്കൊണ്ടിരിക്കും. ഇപ്പം പകലായോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്കത് കാണാൻ പറ്റും. സൈഡിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൈക്കടകൾ കാണാൻ പറ്റും, വിഷ്വൽസ് കാണാൻ പറ്റും. ചെറിയ ഓരോ നമ്മൾ പറയുന്ന ടോക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക സാധനം. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. ഇവൻ ഇത് GR സ്പോർട്ടിന്റെ കാർബൺ ഡിപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീലാണ് അല്ലേ? ഇതിന് ഓൾമോസ്റ്റ് എത്ര രൂപ കോസ്റ്റ് വരുന്നത്? ഇതൊരു 60,000. ഇതിപ്പം നമ്മള് സെക്കൻഡ് ചൂസ് ചെയ്യുന്ന അതോ ഫസ്റ്റ് തന്നെ പുതിയത് ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തിറങ്ങുന്ന അത് GR സ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ഉണ്ട് അതിന്. പിന്നെ നമ്മുടെ ഇതിന് വരുന്ന പ്രീമിയം ക്ലാസ്സിൽ വരുന്നവരുടെ ഇതിന്റെ ഫോർച്യൂണറിന് തന്നെ ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഐലൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ വരും എന്ന് പറയുന്നത്. പിന്നെ ഇത് തന്നെ ലാൻഡ് ക്രൂസറും എല്ലാത്തിലും ഇതാണ് യൂസ് ചെയ്യുന്നത് GR. പിന്നെ നല്ല നല്ല രസമല്ല, പിടിക്കാനും നല്ല ഫീലാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നാച്ചുറലി ബ്യൂട്ടിഫൈഡ് ഫോർച്യൂണർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, കംപ്ലീറ്റ്ലി ജെനുവിൻ ആക്സസറീസ്, ജെനുവിൻ സർവീസ്, അല്ലെങ്കിൽ ഷോറൂം സർവീസ്, ഒരു വയർ കട്ടിങ് പോലും ഇല്ലാതെ അല്ലേ? കംപ്ലീറ്റ് ഷോറൂമിൽ ഏറ്റവും ഇസ്ഡ് കാര്യങ്ങൾ നമ്മൾ ഓൾട്രേഷൻ എന്നതിലുപരി കംപ്ലീറ്റ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കസ്റ്റം ബിൽഡ്, അതും ഷോറൂം സർവീസ് ജെനുവിൻ ആയിട്ട് തന്നെ അല്ലേ? അതാണ്. അതായത് അതിനകത്ത് ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു അങ്ങനെയുള്ള ഒരു ലെജൻഡറിൻ്റെ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂസർ റിവ്യൂ ആണ് നമ്മൾ കണ്ടത്. ഫെയിംബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീമിലി വണ്ടികളെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫൈൽ അല്ലെങ്കിൽ പുള്ളിയുടേതായിട്ടുള്ള ഒരു എന്താ പറയുക മാനറിസത്തിൽ അതിനെ ഒരു സെറ്റാക്കി എടുത്തേക്കാണ്. എന്നാണെങ്കിലും ഫോർച്യൂണർ നോക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജസ്റ്റ് ഒരു റോൾ മോഡൽ വീഡിയോസാണ്. കാര്യം വെച്ചാൽ ഇത്രയും നൈസായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് നമുക്കിനെ സുന്ദരനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ? കുറച്ചൊക്കെ ഫീച്ചേഴ്സ് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു റിലയബിലിറ്റി എനിക്ക് ഇതുവരെ ഒരു കുറവായിട്ട് തോന്നില്ല. ഇതിന് ഫീച്ചേഴ്സ് അങ്ങനെ കുറവുണ്ടെന്ന് തോന്നില്ല. കുറെ ഫീച്ചേഴ്സിന്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് പോലെ ആവശ്യമുള്ളത് മാത്രം മതി. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇതാണ് നമ്മുടെ ഒരു ഫോർച്യൂണർ ലീഡേഴ്സ് എഡിഷൻ വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ ആണ് നമ്മൾ കണ്ടത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് മാക്സിമം. കാര്യം ഇപ്പം യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ വന്ന അവിടെ ലൈക്ക് ഇല്ലെങ്കിൽ മാക്സിമം വ്യൂ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ ദിസ് ഇസ് ജിഷ്ണു അമര സൈനിങ്.